അറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വരെയാണ് നമ്മൾ പഠിച്ചത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ദൈവരാജ്യത്തിൻ്റെ അംശക്കാരായിട്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവരാജ്യം എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ളതാണ് എൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് ഈ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്ന ഒരുപാട് തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് നമുക്കുള്ളതല്ല ദൈവരാജ്യം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ ദൈവത്തോടു കൂടെ ഇരിക്കുക, ദൈവത്തിൻ്റെ രാജ്യം വേറെയാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നുമല്ല. ദൈവരാജ്യം, ദൈവത്തിൻ്റെ ഭരണമുള്ള സ്ഥലമാണ് ദൈവരാജ്യം. അവിടെ നമ്മൾ അവിടെയാണ്. വി ആർ ദ സിറ്റിസൺസ്. നമ്മളവിടുത്തെ സിറ്റിസൺസാണ് എന്ന് നമ്മൾ മറന്നു പോയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു 12 കാര്യങ്ങൾ പിൻ പോയിൻ്റായിട്ട് പറയും. ഇതൊരു സ്റ്റഡിയാണല്ലോ, അതുകൊണ്ടാണ് പിൻ പോയിൻ്റായിട്ട് പറയുന്നത്. നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റഡീസിന് ഫർദറായിട്ട് ഉപയോഗപ്രദമാകും. ബൈബിളിലെ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങളിൽ നിന്നുള്ള പോയിൻ്റുകളാണ്. അത് പ്രത്യേകം ഓർക്കുക. ഇപ്പോഴും നമ്മൾ പറഞ്ഞത് റോമർക്കെഴുതിയ ലേഖനം 14-17 പറഞ്ഞത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. ഓക്കെ, എന്താണെന്നുള്ളത് പറഞ്ഞു. നീതി, സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. അതുപോലെ 1 കൊരിന്ത്യർ 4:20 ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലാണ്. ദൈവരാജ്യം വാക്കിലല്ല ശക്തിയിലാണ് എന്ന് പറയുന്നു. യോഹന്നാൻ 18:36 ദൈവരാജ്യം ഐഹികമല്ല, ഈ ലോകത്തിലുള്ളതല്ല എന്ന് പറയും. ദൈവരാജ്യം ഈ ലോകത്തിലുള്ളതല്ല. 1 കൊരിന്ത്യർ 15:50 മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മാംസരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൽ നമ്മുടെ ബോഡിയല്ല ചെല്ലുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 1 കൊരിന്ത്യർ 15:50. 1 കൊരിന്ത്യർ 6:9 അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഗലാത്യർ 5:19-21 വരെ ഇത്തിരി പേരുടെ കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് ജനറലി പറയുന്ന ജഡീകന്മാർ ദൈവരാജ്യം അവകാശമാക്കി. എഫേസ്യർ 5:5 അത് വീണ്ടും ഒന്നുകൂടെ കോർഡിനേറ്റ് ചെയ്ത് അതുമായിട്ട് കൺകോർഡൻസ് പോലെ വരികയാണ്. ദുർനടപ്പുകാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇത് അവകാശമാക്കാത്ത കാര്യങ്ങളാണ് പറഞ്ഞ്. മാംസരക്തങ്ങൾ അവകാശമാക്കുകയില്ല, അന്യായം ചെയ്യുന്നവർ അവകാശമാക്കുകയില്ല, ജഡീകന്മാർ അവകാശമാക്കുകയില്ല, ദുർനടപ്പുകാർ അവകാശമാക്കുകയില്ല. ഇനിയും ദൈവരാജ്യം ആർക്കുള്ളതാണെന്ന് ആത്മാവിൽ ദരിദ്രരായവർ, അവർക്കാണ് ദൈവരാജ്യമുള്ളത്. ലൂക്കോസ് 6:20 മത്തായിലും ഉണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ, ലൂക്കോസ് 6:20 അവരുടെ ദൈവരാജ്യമുള്ളത്. അതുപോലെ മർക്കോസ് 10:14-15 ശിശുക്കളെ പോലെ ഉള്ളവർക്കാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻ്റായി, ദൈവത്തിൽ ഡിപ്പെൻഡൻ്റായിട്ട് ഹംബിൾ ചെയ്യുന്നവർക്ക് ഉള്ളവർക്കാണ് ദൈവരാജ്യമുള്ളത്. മത്തായി 25:34 നീതിമാന്മാർക്കുള്ളതാണ് ദൈവരാജ്യം. മത്തായി 25:34. യോഹന്നാൻ 3:35 വീണ്ടും ജനിച്ചവർക്കുള്ളതാണ് ദൈവരാജ്യം. യോഹന്നാൻ 3:35. മത്തായി 6:33 മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമാണ്. മർക്കോസ് 9:1 ശക്തിയോടെ ഇനിയും വരും, ദൈവരാജ്യം ശക്തിയോടെ ഇനി വരും എന്നേ പറയുന്നു. ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ ചില പിൻ പോയിൻറ്റ്സുകളാണ്. എന്താണ് ദൈവരാജ്യം എന്നുള്ളത് നിങ്ങൾക്ക് ഫർദർ സ്റ്റഡീസിന് ഈ വാക്യങ്ങളൊക്കെ ഉപകാരപ്രദമായി തീരും എന്ന് ചിന്തിക്കുന്നു. ഇനി നമുക്ക് 18 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ ഇതെന്ന് എൻഡ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. റോമർ 14:18 മുതൽ അതിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യ ആത്മീയ വർധനയ്ക്കും ഉള്ളതിനെ ശ്രദ്ധിച്ചുകൊള്ളുക. ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരൻ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാതെ അവൻ കുറ്റക്കാരനാവുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാവം. ഇതും ഈ ഭക്ഷണത്തെക്കുറിച്ചും തിന്നുന്നതിനെക്കുറിച്ചും കുടിക്കുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇതിലെല്ലാം പറയുന്നത്. ഇതിൽ ചുരുക്കമായി പറഞ്ഞാൽ
വിമർശനം വരുത്താതെ ജീവിക്കാനായിട്ട് പഠിക്കണം. ഓരോ വാക്യങ്ങളിലുള്ള രത്നചുരുക്കമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. 18-ാം വാക്യത്തിൽ അവിശ്വാസികളുടെ വിമർശനം വിളിച്ചു വരുത്താതെ അവരുടെ പ്രശംസയ്ക്ക് യോഗ്യമായി ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് 18-ാം വാക്യത്തിൽ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ആത്മാവിൻ്റെ ഫലങ്ങളെ ഉള്ള ജീവിതം ദൈവത്തിന് പ്രസാദകരവും സഹവിശ്വാസികൾക്ക് സുസമ്മതമായ ദൈവസേവയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ദയവായിട്ട് വിശ്വാസികളെ വിമർശനം വിളിച്ചു വരുത്തുന്ന പ്രശംസയ്ക്ക് യോഗ്യമായി തന്നെ വിശ്വാസി ജീവിക്കണം. വിമർശനം വിളിച്ചു വരുത്താത്തൊരു ജീവിതമായിരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ ഉള്ളത്. വീണ്ടും 19-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ ആത്മീയ വർധനത്തിനും സമാധാനത്തിനും അന്യോന്യം ശ്രമിക്കുക. ഇവിടെ ആത്മീയ വർധന എന്ന് പറയുന്നത് എഡിഫിക്കേഷൻ എന്നുള്ളൊരു വാക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എഡിഫൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പണിതുയർത്തുക എന്നുള്ള ഒരു മീനിങ്ങാണ് അവിടെ വരുന്നത്. പണിതുയർത്തുക. താഴത്തെ വാക്യം ഭക്ഷണം നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. അപ്പോൾ പണിതുയർത്തുക എന്ന് പറഞ്ഞാൽ സഭാ സമൂഹത്തെ നിർമ്മിക്കുക. ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭ ഭൗതിക, അത് മിസ്റ്റിക്കൽ ബോഡിയാണ്. അതിനെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. അതുകൊണ്ട് വിശ്വാസത്തിൽ നമ്മൾ ഉറപ്പിക്കണം. അന്യോന്യം വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വം ശക്തന്മാരായ സഹോദരന്മാർ ബലഹീനന്മാരായിട്ടുള്ള സഹോദരന്മാരെ വളർത്തിക്കൊണ്ടുവരണം. ആത്മീയ വർധനയിൽ അവരെ പണിഞ്ഞുകൊണ്ടുവരണം. അതിനുള്ള ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. ബലഹീനർ അറിവിൽ വളരണം. ബലഹീനർ എന്താ ചെയ്യേണ്ടത്? അറിവിൽ വളരണം. അറിവിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ കുറിച്ച് പഠിച്ച് അവരുടെ അറിവിൽ വളരണം. ശക്തന്മാരെന്താണ്? ഞാൻ എല്ലാം അറിഞ്ഞു, എല്ലാം പഠിച്ചു, എനിക്ക് എന്താ ഡിഗ്രി ഉണ്ട്, ബൈബിളിലെ ഡോക്ടറേറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോരാ. ശക്തന്മാരാണെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ വളരണം. ബലഹീനർ അറിവിൽ വരണം, ശക്തന്മാർ സ്നേഹത്തിൽ വളരണം. എല്ലാവരും ബലഹീനരായാലും ശക്തന്മാരായാലും യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. ഇങ്ങനെ ഈ 3 രീതിയിലാണ് ഇവിടെ വളർന്നു വരേണ്ടത്. അതുകൊണ്ട് അങ്ങനെയാകുമ്പോഴാണ് സമാധാനവും അന്യോന്യം ആത്മീയ വർധനയും ഉണ്ടാകുന്നത്. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭക്ഷണം നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്, എല്ലാം ശുദ്ധം തന്നെ, എങ്കിൽ ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യൻ അത് ദോഷമത്രേ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. ഭക്ഷണത്തെ പ്രതി ദൈവപ്രവൃത്തി അഴിക്കരുത്. ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചു? ക്രിസ്തു നിൻ്റെ സഹോദരന് വേണ്ടി മരിച്ചു. അത് മരിച്ചതോടുകൂടി അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നിൻ്റെ സഹോദരൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെ നീ അഴിക്കരുത് എന്ന് പറഞ്ഞാൽ അത് പൊളിച്ചു കളയരുത്. ഗ്രഹനിർമ്മാണം, കർത്താവ് തുടങ്ങിയ ഗ്രഹനിർമ്മാണം അത് അഴിച്ചു കളയുക, പണിതത് ഇടിക്കുക എന്നുള്ളൊരു മീനിങ്ങാണ് അവിടെ വരുന്നത്. അത് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. കാരണം അടുത്ത വാക്യത്തിൽ അതിനകത്ത് പറയുന്നുണ്ട്, സഹോദരൻ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെ എന്ന് പറഞ്ഞാൽ അന്യന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നത് ഭക്ഷണം നീ തിന്നരുത്. ഇതെല്ലാം തന്നെ ഭക്ഷണത്തിനുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും. കാരണം ആ സമയങ്ങളിലെ കൾച്ചർ നമുക്കറിയാം. യഹൂദന്മാരുടെ ഇടയിൽ എല്ലാ സെലിബ്രേഷനിലും വീഞ്ഞു കുടിക്കുന്ന പ്രകൃതം ഉണ്ടായിരുന്നു. അതുപോലെ മാംസം കഴിക്കുന്ന പ്രകൃതം ഉണ്ടായിരുന്നു. എന്നാൽ സഹോദരൻ ഇടർച്ച വരുത്തുകയാണെങ്കിൽ ദൈവം പണിഞ്ഞിരിക്കുന്ന പുതു സൃഷ്ടിയായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ടുള്ള നിൻ്റെ സഹോദരൻ അത് മുഖാന്തരം ഇടിക്കപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് നീ മാതൃകയാകാതിരുന്നാൽ, ഭക്ഷണം മൂലം നിൻ്റെ സഹോദരന് ഇടർച്ച ഉണ്ടാകുന്നെങ്കിൽ നീ സൂക്ഷിക്കണം എന്നാണ് ഇത് പറയുന്നത്. 1 യോഹന്നാൻ 3:15 ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ. അപ്പോൾ സഹോദരൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോയാൽ നീ അവൻ്റെ കൊല്ലുന്നവനാണ്, കൊലപാതകനാണ്. അതുകൊണ്ട് സഹോദരൻ്റെ മനസ്സാക്ഷിയെ വേദനിപ്പിക്കുന്നവൻ ദൈവത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ നാശകനാണ്. അതുകൊണ്ട് 21-ാം വാക്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, മാംസം തിന്നാതെയും
ഇരിക്കുന്നത് നല്ലത് എന്ന് പറയുന്നു. ഇവിടെ വീഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ മദ്യപാനമല്ല ഇവിടെ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്യം വിലക്കപ്പെട്ടിരിക്കുന്നതാണ്. മദ്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്. വീഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു, യഹൂദൻ്റെ ഒരു സാധാരണ പാനീയമാണ്. മദ്യപാനത്തിലേക്കും സഹോദരൻ്റെ ഇടർച്ചയിലേക്കും നയിക്കുന്നില്ലെങ്കിൽ അത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം പാപമല്ല. എന്നാൽ വേറൊരു വിശ്വാസി, ബലഹീനായ ഒരു വിശ്വാസി അത് കണ്ടിട്ട് പാപത്തിലേക്ക് പോകാനായിട്ട് ഇടവന്നാൽ അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് 22-ാം വാക്യത്തിൽ നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ, നിൻ്റെ വിശ്വാസം നിനക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകം പറയുകയാണ്. അതുകൊണ്ട് താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. പ്രിയ വിശ്വാസി, ഒരു കാരണവശാലും നിൻ്റെ വിശ്വാസം മനുഷ്യൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ വെമ്പൽ കാണിക്കരുത്. നിൻ്റെ വിശ്വാസത്തിൻ്റെ തോത് ദൈവം മാത്രമേ അറിയുള്ളൂ. അത് ദൈവം വിലയിരുത്തിക്കോട്ടെ. ഇങ്ങനെ ആഹാരം കഴിക്കുന്നതിനകത്തെ കാര്യങ്ങളിലും മറ്റുള്ള ബലഹീന വിശ്വാസിയെ നശിപ്പിക്കുന്ന രീതിയിലും നിൻ്റെ വിശ്വാസം നീ പുറത്തെ കാണിക്കരുത്. അതാണ് പറയുന്നത്, നിന്നിലുള്ള വിശ്വാസം നിന്നിൽ തന്നെ ഇരിക്കട്ടെ. താൻ അംഗീകരിക്കുന്നവയെ പ്രതി തന്നെത്താൻ കുറ്റപ്പെടുത്താൻ ഇടയാകാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. താൻ അംഗീകരിക്കുന്നവയെ പ്രതി തന്നെത്താൻ കുറ്റപ്പെടുത്തുക. ഇപ്പം എനിക്ക് ഒരു കൺവിക്ഷനുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല, എന്നാൽ ആ കൺവിക്ഷൻ എനിക്കുള്ളതാണ്, മറ്റുള്ളവനുള്ളതല്ല. അതുകൊണ്ട് ആ കൺവിക്ഷൻ മുഖാന്തരം വേറൊരു ചഞ്ചല ഹൃദയമുള്ളവൻ തെറ്റിപ്പോവാൻ ഇടവന്നാൽ അതിന് ദൈവം എന്നോട് ന്യായം വിധിക്കും. ഇനി 23-ാം വാക്യം അവസാനത്തെ വാക്യമാണ്. എന്നാൽ സംശയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇരുമനസ്സുള്ളവൻ, ചഞ്ചലിച്ചിരിക്കുന്നവൻ, സംശയമുണ്ടായിട്ടും തിന്നുന്നു, അങ്ങനെയുള്ളവൻ, അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ഒരു അവിശ്വാസമാണ് അവിടെ വരുന്നത്. പാപം വരുന്ന അവിശ്വാസത്തോട് ചേർന്നാണ്. അന്നേരം വിശ്വാസത്തിൽ നിന്നല്ലാത്തതെല്ലാം പാപമാണ് എന്ന് അപ്പോസ്തലനിലൂടെ പറയുകയാണ്. ബലഹീന വിശ്വാസികൾ തങ്ങളുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ ഇതൊന്നും നോക്കത്തില്ല, അവരുടെ ഹൃദയത്തിലുള്ള കാര്യം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അന്നേരം ശക്തരുടെ സ്വാതന്ത്ര്യം വെച്ചിട്ട്, അല്ലെങ്കിൽ അവർ ഇരുമനസ്സായിട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതല്ല, സംശയിക്കാതെ അവർ ശക്തരാണെങ്കിൽ ബലഹീന വിശ്വാസിയുള്ള സ്ഥലത്ത് അവർ അവിശ്വാസം കാണിക്കാതെ വിശ്വാസത്തിൽ തന്നെ നിൽക്കണം. ഒരു നേരം ഭക്ഷണം വെടിഞ്ഞുകൊണ്ടോ, ഒരു നേരം നോൺ വെജ് കഴിക്കാതിരുന്നുകൊണ്ടോ, ഒരു നേരം വീഞ്ഞ് കുടിക്കാതിരുന്നുകൊണ്ടോ ഒന്നും പ്രശ്നമില്ല. അതുപോലെ തന്നെ ഓഫർ ടു ഗോഡ്സ്, മറ്റുള്ള ഓഫർ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഈ അമ്പലങ്ങളിലെ പല സ്ഥലങ്ങളിലുമൊക്കെ നേർച്ച കാഴ്ച നടത്തിയിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് കഴിക്കാമോ? നേരത്തെ പറഞ്ഞു, ഒരു ഭക്ഷണവും മനുഷ്യന് വർജിച്ചിട്ടില്ല. അന്നേരം അമ്പലത്തിൽ കൊണ്ടുപോയതാണോ ഇല്ലയോ നമുക്കറിയത്തില്ല. പല കാര്യങ്ങളും കൊണ്ടുവരുന്നത് എന്താണെന്ന് പലയിടത്തും പൂജ നടത്തിയിട്ടുമൊക്കെ വെച്ചിട്ട് നമുക്കറിയത്തില്ല. എന്ത് കഴിച്ചാലും സ്തോത്രത്തോട് കഴിക്കാൻ ദൈവം പറയുന്നുണ്ട്. അന്നേരം അത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഇത് ഞാൻ അമ്പലത്തിലെ പൂജാരി തന്നതാണ് എന്ന് വിശ്വസിച്ച് കഴിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ യാഗമായി ഇത് ഞാൻ കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ കഴിച്ചാൽ ഒരു പ്രശ്നമില്ല. മറ്റേ സഹോദരൻ അത് കാണുകയും ചെയ്യും. എന്നാൽ സംശയിച്ച് നിൽക്കാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ പറയാം, നിൻ്റെ ദൈവത്തിന് പൂജിച്ചു കൊടുത്ത് ഞാൻ കഴിക്കത്തില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞതിൽ നിന്ന് ഒഴിയാം. അങ്ങനെയും പറ്റും. നിൻ്റെ ദൈവത്തിന് കൊടുത്ത് അന്നേരം അത് എന്താണെന്ന് വെച്ചാൽ അവനുമായിട്ട് ഒരു അകലം, ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു അകലം വരാനായിട്ട് അത് സാധ്യമാവും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അവനോട് പറഞ്ഞിട്ട് തന്നെ ദൈവത്തിനോട് സ്തോത്രം ചെയ്ത് കഴിച്ചാൽ അവന് സന്തോഷമാണ്, നമ്മുടെ ദൈവത്തിലുള്ള കൺവിക്ഷൻ അവന് വരികയും ചെയ്യും. അതായത് സുവിശേഷം പറയാനുള്ളൊരു മാർഗമായിട്ട് അത് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പം സീസണാണ്. എന്തിൻ്റെയാണ്? ഉത്സവങ്ങളുടെയൊക്കെ സീസണാണ്. ഈ ഉത്സവങ്ങളുടെ സീസണിലൊക്കെ ഒരുപാട് ഓഫർ ചെയ്തിട്ടുള്ള ഫുഡ്സ് വരും. അതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇത് പറയാം. അന്ന് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നൊന്നും അവനെ കേടാക്കുന്നില്ല. ഒരേ കാര്യം ഓർക്കുക, ദൈവസന്നിധിയിലെ സ്തോത്രത്തോടുകൂടി കഴിക്കുക. സ്തോത്രം ചെയ്യുന്നിടത്ത് മിറക്കിളുണ്ടാവും എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ചിന്തകളും ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് ഈ നേരത്തെ പറഞ്ഞത് നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്താണെന്ന് ചോദിച്ചാൽ, ഹൗ ടു ഹാൻഡിൽ ദ ലിബർട്ടി ഇൻ ക്രൈസ്റ്റ്.
കർത്താവിലുള്ള സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഡിഫറൻസസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ വീക്ക് ബിലീവേഴ്സ്, ബലഹീനമായ വിശ്വാസികളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ദിവസങ്ങളെ ബന്ധപ്പെട്ടും ഉള്ള ചിന്തകളായിരുന്നു. ഇത് പ്രയോജനമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊക്കെ ഞാൻ വിചാരിക്കുന്നതൊക്കെ ചില സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ആദിമസഭയിൽ ഇതുണ്ടായിരുന്നു. ഇപ്പോഴും പലരുടെയും ഈ സംശയമുണ്ട്. തീർച്ചയായും ഇതൊക്കെ സംശയം ദൂരീകരിക്കുന്നതിന് ഇടവന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നതിനാൽ കർത്താവെ, ഇനിയും പല താർക്കിക വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യവുമില്ല. യേശുക്രിസ്തു സകലതുമാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റു ഇന്നും ജീവിക്കുന്ന ദൈവം. അതിനാൽ ഞങ്ങളുടെ ജീവിതങ്ങളിലെല്ലാം തന്നെ നീ പറഞ്ഞിരിക്കുന്ന ആ വിശ്വാസത്തിൽ പക്വത പ്രാപിച്ച് കർത്താവെ, മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാതെ ദൈവവചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭക്ഷണം, ഞങ്ങളുടെ കർത്താവെ വസ്ത്രം, ഞങ്ങളുടെ ഇടപാടുകൾ ഇതെല്ലാം ദൈവത്തിന് മോഡസ്റ്റ് ആയിരിക്കാനായിട്ട് കർത്താവെ ഈ ദിവസങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനമായിട്ടുള്ള സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാനായിട്ടുള്ള കൃപ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ സഹോദരനെ ധിക്കരിക്കുവാനായിട്ടുള്ളതല്ല, പിന്നെ അവനെ കർത്താവിൽ പണിയുവാനായിട്ട് മേലോട്ട് പിടിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള കൃപ തരണമേ. സ്നേഹത്തിൽ അന്യോന്യം കർത്താവെ ഞങ്ങളെ തന്നെ നിൻ്റെ ദൈവസ്നേഹത്തിൽ താഴ്ത്തിക്കൊണ്ട് കർത്താവെ അറിവിൽ വളർന്നുകൊണ്ട് സ്നേഹത്തിൽ വളർന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാനായിട്ട് ഞങ്ങളെ ഈ ദിവസങ്ങൾ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, അനുഗ്രഹിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഈ അധ്യായം അവസാനിച്ചു. 14-ാം അധ്യായം നമ്മൾ തീർന്നു. നമ്മൾ 15-ാം അധ്യായത്തിലേക്ക് ഇനി പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതെങ്കിലും എപ്പിസോഡ് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ആയിട്ട് എടുത്ത് കാണണം. ഇത് ജനറലായിട്ടുള്ള കമൻറ്റ് ബോക്സിൽ ജനറൽ കമൻറ്റ്സ് ഇടുക. നിങ്ങൾക്കിത് ഏത് രീതിയിൽ പ്രയോജനമായി എന്നുള്ളത് നിങ്ങൾ അറിയിച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രയർ റിക്വസ്റ്റുകൾക്ക് ഏതെങ്കിലും ദൈവം മറുപടി തന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ അറിയിച്ചാൽ സ്തോത്രത്തിനും പ്രാർത്ഥനയ്ക്കും കാരണമായി തീരും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.